ഡീഗോഗാസിയയിൽ തടവിലായ മത്സ്യത്തൊഴിലാളികൾ മോചിതരായെങ്കിലും അവരുടെ കുടുംബാംഗങ്ങളുടെ ആശങ്ക അവസാനിച്ചിട്ടില്ല. ഉറ്റവരെ നേരിൽ കണ്ടാൽ മാത്രമേ മോചിതരായി എന്ന് വിശ്വസിക്കൂ എന്നാണ് ഇവരുടെ നിലപാട്. തടവിലായവരുടെ വരവും കാത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് വിഴിഞ്ഞം തീരദേശത്തുള്ളവർ. ഇതുവരെ ഒന്നും സാറേ പറഞ്ഞില്ല. ഞങ്ങളുടെ മക്കളെ ഇതുവരെ വന്നില്ല. ഇതുവരെ 5-6 ദിവസമായി മക്കളെ വിളിച്ചു. അതുപോലെ വിട്ടതായിട്ടുള്ള കാര്യം ഒന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഈ അമ്മ ഇങ്ങനെ അലമുറയിട്ട് കരയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. വിഴിഞ്ഞം സ്വദേശി ആഞ്ചലിസിയുടെ പേരക്കുട്ടികളിൽ 7 പേരാണ് ഡീഗോഗ്രാസിയിൽ തടവിലായിട്ടുള്ളത്. തടവിലായവർ മോചിക്കപ്പെട്ടു എന്ന വാർത്ത ഇനിയും വിഴിഞ്ഞത്തെ തീരദേശം വിശ്വസിച്ചിട്ടില്ല. സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയും ഇവരെ അത് അറിയിച്ചിട്ടുമില്ല. പഠിപ്പിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ മക്കൾ ഈ കടലിൽ പണിക്ക് പോയത്. ഇവിടെ നിന്നാണ് പണിക്ക് പോയിക്കൊണ്ടിരുന്നത്. ക്ഷാമമായതുകൊണ്ടാണ് കൊച്ചിയിൽ പണിക്ക് പോകാൻ പോയത്. അപ്പോൾ ഇവരുടെ പോട്ടിൽ അങ്ങ് പോയി പണിക്ക് പോയാലാണ് ഇങ്ങനെയുള്ള വീഴ്ച വന്നത്. അപ്പം ഞങ്ങൾ ഒരു കാര്യം വെച്ചെന്ന് അറിയിച്ചാൽ എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ഞങ്ങളെ വീണ്ടും കേൾക്കാത്തത്? അതിൻ്റെ കാരണം എന്താണ്? അത് ഞങ്ങൾക്ക് അറിയണം. അപ്പം ഞങ്ങൾ ചത്തുപോയാൽ ഇവരൊന്നും ഞങ്ങൾ അന്വേഷിക്കുമോ? തൊഴിലാളികളെ മോചിപ്പിക്കാനുള്ള തുക അടച്ചത് ബോട്ടുടമയാണ്. 2 പ്രാവശ്യമായിട്ട് അടച്ചെന്ന്. ഒരു പ്രാവശ്യം ഈ പത്രവാർത്ത കണ്ടിട്ട് 480 അടച്ചെന്ന് പറഞ്ഞ് വീണ്ടും കോടതി കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു 7,4 അടയ്ക്കണമെന്ന്. വീണ്ടും അവർ കൊണ്ട് അടച്ചെന്ന് പറയുന്നു. പക്ഷേ കാശ് അടച്ചിട്ടുണ്ട്, ആൾക്കാർ ഇവിടെ ഇതുവരെ എത്തിയിട്ടില്ല. വിഴിഞ്ഞത്ത് തൊഴിൽ കുറഞ്ഞതാണ് കൊച്ചിയിലേക്ക് പോകാൻ ഇവരെ നിർബന്ധിച്ചതെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. ഇപ്പം 2 മാസം കൊണ്ട് ഈ സഹോദരൻ്റെ കൂട്ടത്തിൽ ഈ മക്കളുടെ കൂട്ടത്തിലാണ് എൻ്റെ മോൻ പോയത്. ഞാൻ പോണു കടപ്പാത്യമാണ് നമുക്ക് എന്ന് പറഞ്ഞിട്ട് പോയ മോനാണ് 2 മാസം കൊണ്ട് കാണാനില്ല. കൊച്ചിയിൽ നിന്ന് ഫെബ്രുവരിയിലാണ് 2 ബോട്ടിലായി 32 തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടത്. മാർച്ച് 1-നാണ് സമുദ്രാതിർത്തി ലംഘിച്ചതിന് ഇവരെ ബ്രിട്ടീഷ് സേന പിടികൂടിയത്. ഡീഗോഗ്രാസിയിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ സുരക്ഷിതരായി തിരിച്ചുവരും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അവരുടെ കുടുംബങ്ങൾ അനുഭവിച്ച വേദന ഈ തീരദേശം പെട്ടെന്ന് മറക്കാൻ ഇടയില്ല. ക്യാമറാമാൻ സി വിനോദ് കുമാറിനൊപ്പം മനു ഭരത്, ന്യൂസ് 18 തിരുവനന്തപുരം.